തിരക്കിലമർന്ന ശബരിമല സന്നിധാനം രാവിലെ നട തുറന്നതു മുതൽ അയ്യപ്പ ഭക്തരുടെ പ്രവാഹമാണ് ശബരീശ സന്നിധിയിലേക്ക്. സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് രാവിലെ നട തുറന്നതു മുതൽ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 18-ാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും അടക്കം ഭക്തരുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമായ രൂപത്തിൽ ഇതര സംസ്ഥാനത്ത് നടക്കമുള്ള കൂടുതൽ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ്. 75,000-നും 85,000-നും ഇടയിൽ തീർത്ഥാടകർ ഇപ്പോൾ ദിനംപ്രതി ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്നുണ്ട്. മണ്ഡല വിളക്ക് നട തുറന്നതു മുതൽ ശബരിമല സന്നിധാനത്ത് സ്ഥിതി ഇത് തന്നെയാണ്. ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹം, കാലാവസ്ഥ കൂടി അനുകൂലമായതോടുകൂടി ഭക്തരുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ്. 18-ാം പടിക്ക് താഴെയും 18-ാം പടിക്ക് മുകളിലും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവർക്ക് കൃത്യമായി ദർശനം നടത്താൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സുഗമമായ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പാച്ചിമെട്ടിലും ശരംകുത്തിയിലും മരക്കൂട്ടത്തും അടക്കം ഭക്തരെ കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം തടഞ്ഞ ഘട്ടം ഘട്ടമായാണ് ഇവിടേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായ രൂപത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ നട തുറന്നത് മുതൽ അത്തരത്തിൽ തന്നെയുള്ള ഭക്തരുടെ ഒരു വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരുമുടിക്കെട്ട് തലയിലേന്തിക്കൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സ്വാമിമാർ അയ്യപ്പ ദർശനത്തിനായി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നു. എന്തായാലും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്നതിന് ശേഷം കലിയുഗവരദന്റെ തിരുസന്നിധിയിൽ കാനന മധ്യത്തിലെ ക്ഷേത്രാങ്കണത്തിലേക്ക് അയ്യപ്പ ഭക്തരുടെ ഒരു ഒഴുക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ നമുക്ക് വലിയ തിരക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 75,000-നും 85,000-നും ഇടയിൽ ഭക്തർ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്നുണ്ട്. കൂടാതെ സ്പോട്ട് ബുക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ 5,000-നും 10,000-നും ഇടയിൽ ഭക്തർ സ്പോട്ട് ബുക്കിംഗ് സേവനം കൂടി ഉപയോഗിക്കുന്നുണ്ട്. പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലുമാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്ക് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരക്ക് കൂടുന്നുണ്ടെങ്കിലും ഭക്തരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും കൂടുതൽ നേരം അയ്യപ്പ ഭക്തർക്ക് വരി നിൽക്കേണ്ടി വരുന്നില്ല എന്നതാണ് ഏറ്റവും ഗുണകരമായ ഒരു കാര്യം. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രൂപത്തിൽ ഏറെ കുറച്ച് സമയം മാത്രം അവർക്ക് വരി നിൽക്കുന്ന ദർശനം നടത്താനുള്ള സൗകര്യം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ എല്ലാം ആയിരുന്നില്ല സ്ഥിതി. കൂടുതൽ സമയം മണിക്കൂറുകളോളം കാത്തുനിന്ന് അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. കൂടുതൽ നേരം മണിക്കൂറുകൾക്ക് നടപ്പന്തലിലും മറ്റും വരി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അയ്യപ്പ ഭക്തർക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18-ാം പടിക്ക് മുകളിലും താഴെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർക്ക് ഏറ്റവും വേഗത്തിൽ ദർശനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ട നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ശബരിമല സന്നിധിയിലേക്ക് അയ്യപ്പ ഭക്തരുടെ ഒരു പ്രവാഹം, അണമുറിയാത്ത പ്രവാഹം തുടരുകയാണ്.